അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി മുതൽ മുഹറം മാസത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇന്നത്തെ രാത്രി വളരെ ലളിതമായ രൂപത്തില് ആർക്കും ചൊല്ലാൻ പറ്റുന്ന, പ്രത്യേകിച്ച് മെൻസസ് ഉള്ള ഉമ്മമാർക്കും അതുപോലെ തന്നെ അറബി അറിയാത്ത ഉമ്മമാർക്കൊക്കെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്ന പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നമ്മൾക്ക് ഇന്നത്തെ മജ്ലിസിലൂടെ പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്ത് മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. നമ്മളെ മജ്ലിസ് സ്ഥിരമായി കണ്ടിരുന്ന ഒരു ഉമ്മ മരിച്ചിട്ട് ഇന്നക്ക് 7ാമത്തെ ദിവസമാണ്. ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മയുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഉമ്മയുടെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകളുടെ സ്വലാത്തിന്റെ മിസ്ലി സവാബിനെ ആ ഉമ്മയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസ് കാണുന്നുണ്ടോ അവർക്കൊക്കെ നീ വലിയ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും ആ ദിക്റും സ്വലാത്തും ചൊല്ലുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രയാസം മാറിയ, ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും ടെൻഷനുകളും ദുഃഖങ്ങളും മാറിയ വളരെ പ്രധാനപ്പെട്ട ബർക്കത്തുള്ള മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ രാത്രി മുതൽ പരിശുദ്ധമായ മുഹറം മാസം തുടങ്ങുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അഥവാ മുസ്ലിമിന്റെ ന്യൂ ഇയർ തുടങ്ങുന്നത് മുഹറം മാസം മുതലാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി മുതൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഏതൊക്കെ ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, പ്രാർത്ഥനകളാണ് ലളിതമായ രൂപത്തിൽ നാം ചെല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ രാത്രി മുതൽ നമ്മളെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു ചിട്ടയൊക്കെ വേണം. കൃത്യമായി രാവിലെ എണീക്കുക, കൃത്യമായി നിസ്കരിക്കുക, നിസ്കാരം ഖളാ ആക്കാതിരിക്കുക. നിസ്കാരത്തിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു സമയത്തെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുക. ഇങ്ങനെ നമ്മളെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക. ചില ആളുകളുണ്ട് റബ്ബിനെ ചീത്ത പറയും. ചിലപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാകും. അപ്പൊ ചില ആളുകൾ വിചാരിക്കും അള്ളാഹ് എനിക്കൊന്നും തരുന്നില്ല, അള്ളാഹ് എനിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. ഇത് ദുനിയാവാണ്, ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മോശമായ കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കൂടുതൽ നന്മ വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ വർഷം നാം ചെയ്തതിനേക്കാൾ നന്മകൾ ഈ വർഷം വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം നിസ്കരിക്കുക, ധാരാളം ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലുക, ജമാഅത്തിൽ പങ്കെടുക്കുക. ഉമ്മമാരൊക്കെ കഴിയുന്ന ആളുകൾ വീട്ടിൽ ജമാഅത്ത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാര് ഭർത്താക്കന്മാരൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ ദിക്ർ ചൊല്ലുക, സ്വതക്കകൾ അധികരിപ്പിക്കുക, കുടുംബബന്ധം വർദ്ധിപ്പിക്കുക. ഈ വർഷമെങ്കിലും കൂടുതൽ നന്മ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, മുഹറം 1 മുതൽ 10 വരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഹറാമായ കാര്യങ്ങൾ ചെയ്യൂല എന്ന് തീരുമാനിക്കുക. ഞാൻ ഇനി ഒരിക്കലും ഹറാമ് ചെയ്യൂല. കള്ള് കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും കള്ള് കുടിക്കൂല. വ്യഭിചരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും വ്യഭിചരിക്കില്ല. അന്യപുരുഷനുമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇനി ആ കുറ്റം ചെയ്യില്ല.
പാടില്ല. മറ്റുള്ളവരുടെ ഈബത്തും അതുപോലെ തന്നെ നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇനി ഒരാളെ കുറ്റവും പറയില്ല, ഞാൻ ഇനി എന്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കും റബ്ബേ എന്ന് നമ്മൾ തീരുമാനിക്കുക. അത് ഇന്നത്തെ രാത്രി മുതൽ നാം തീരുമാനിക്കേണ്ട വിഷയമാണ്. അഞ്ചാമത്തെ കാര്യം, പരീക്ഷണങ്ങളിൽ ക്ഷമ കൈവരിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ക്ഷമ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായി. ക്ഷമിച്ചേ പറ്റൂ. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ അള്ളാഹു എല്ലാവരെയും പരീക്ഷിക്കും. അള്ളാഹു മുത്ത് നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്, ആദൻ നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, ദുരന്തം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് അള്ളാഹു മഹാന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്, മാരകമായ രോഗം കൊടുത്ത് അള്ളാഹു മഹാന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്, പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പല രൂപത്തിലും ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരും. അത് ഈ വർഷവും ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അസ്സബുറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ നമ്മൾ കൈവരിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. അത് ഇന്നത്തെ രാത്രി നമ്മൾ തീരുമാനിക്കുക. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രയാസങ്ങൾ വരുമ്പോ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പാടില്ല, വിഷം കുടിക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. എന്നും സുഖം നമ്മൾക്ക് ലഭിക്കൂല. എന്നും സുഖം ലഭിക്കുന്ന ലോകം ഏതാ? അത് സ്വർഗാണ്. ഇത് സ്വർഗല്ല. ഇവിടെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇരിക്കട്ടെ, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി കടന്നു വന്നാൽ നാം പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ലളിതമായ ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ല്ലേ, ഒരു വർഷം അള്ളാഹു ജീവിക്കാൻ നമ്മൾക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പ്രയാസമില്ലാതെ ജീവിച്ചു, അള്ളാഹു ജീവിക്കാനുള്ള ഭാഗ്യം തന്നു. അടുത്ത വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതൊരു 33 പ്രാവശ്യം പറയാ. ഇത് പറയാൻ ആർക്കും പ്രയാസം ഉണ്ടാവൂല. അറബി അറിയാത്തവർക്കും പറയാൻ കഴിയും, മദ്രസയിൽ പോകാത്തവർക്കും പറയാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നല്ല ടഫായ പ്രയാസമുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. കാരണം അതൊക്കെ പ്രയാസമായിരിക്കും പല ഉമ്മമാർക്കും ചെല്ലാൻ. ലളിതമായ ദിക്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മൾക്കൊന്ന് പറയാം, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ല്ലേ, സിമ്പിളായി പറഞ്ഞൂടെ? അതെല്ലാവരും ഒരു 33 പ്രാവശ്യം പറയാ. കഴിയുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ രാത്രി നമ്മൾ മജ്ലിസ് ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ ദിക്ർ നമ്മളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്നോടൊന്ന് പറഞ്ഞാണി, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇതൊരു 33 പ്രാവശ്യം പറയാ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ വർഷം മുഴുവനും, ഈ 2025 മുഹറം മുതൽ ഈ കൊല്ലം മുഴുവനും നമ്മളെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ ബരമേൽപ്പിക്കുക എന്നാണ് ഈ ദിക്ർ ചൊല്ലുമ്പോൾ നാം കരുതേണ്ടത്. ഏതാണ് ദിക്ർ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിക്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ആവർത്തിച്ചു ചൊല്ലുക. ഒരു വർഷത്തിന്റെ തുടക്കമാണ്. തുടക്കം തന്നെ ബിസ്മി കൊണ്ടാവട്ടെ, തുടക്കം തന്നെ ബിസ്മി ചൊല്ലി ബർക്കത്ത് ലഭിച്ചുകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബിസ്മി ചൊല്ലാൻ പറഞ്ഞത്. ഇത് ഏത് കിതാബിലാ പറഞ്ഞത്? ഇത് എവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാലും നടക്കണ്ട. ഇതൊക്കെ മഹാന്മാര് നമ്മളോട് ജീവിതത്തിൽ ആവർത്തിച്ച് ചെല്ലാൻ പറഞ്ഞ ദിക്റുകളാണ്. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അപ്പൊ ബിസ്മി ചൊല്ലുക. അതുപോലെ തന്നെ നാലാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. പാപങ്ങളൊക്കെ പൊറുക്കണം. ഈ വർഷത്തിന്റെ തുടക്കം തന്നെ, ആരംഭം തന്നെ പാപങ്ങളൊക്കെ പൊറുക്കട്ടെ.
നല്ല ഒരു മനുഷ്യനായി നമ്മളെ ജീവിതം ആരംഭിക്കട്ടെ. അതുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി എന്ന ആത്മാർത്ഥതയോടുകൂടെ പറയണം കേട്ടോ. ഇന്നിപ്പോ ന്യൂ ഇയർ ആണ്, തുടക്കാണ് നിലക്ക് നല്ല ആവേശത്തോടു കൂടെ ചൊല്ലിയിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് ചെല്ലണം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടക്കുന്നു റബ്ബേ. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അത് ആത്മാർത്ഥതയോടുകൂടെ പറയണം. അല്ലാതെ എന്തോ വിചാരിച്ചിട്ട് എല്ലാരും ചെല്ലുന്നുണ്ട്, എല്ലാരും ദിക്ർ ചെല്ലുന്നുണ്ട്, എല്ലാരും മജ്ലിസ് നടക്കുന്നുണ്ട്, എല്ലാരും മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ചെല്ലണ്ട. മനസ്സുകൊണ്ട് ചെല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്നോട് ഒന്ന് പറഞ്ഞാണി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ഇത് തൗബയുടെ വാചകമാണ്. അപ്പൊ തൗബയുമായി ഇനി നമ്മൾ ചെല്ലേണ്ടത് എന്താണ്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് ദിക്റാണെന്ന് ചൊല്ലിക്കരുതണം മെൻസസുള്ള ഉമ്മമാര്. കാരണം യാസീൻ സൂറത്തിലെ ഒരു ആയത്താണല്ലോ. അതുകൊണ്ട് മെൻസസുള്ള ഉമ്മമാർ എന്ത് ചെയ്യുക? ഇതൊരു ദിക്റാണ് എന്ന നിലക്ക് ചൊല്ലുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് ആവർത്തിച്ച് ചൊല്ലുക. ഇത് വലിയ രക്ഷാ കവചമാണ്, ഇത് കാവലാണ്. ഈ വർഷം മുഴുവനും റബ്ബിന്റെ കാവലുണ്ടാകണം. ആഫത്തിൽ നിന്ന്, മുസീബത്തിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളിൽ നിന്ന്, വിഷമേൽക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ കവർച്ചക്കാരെ തൊട്ട്, ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങളും ആഫത്ത് മുസീബത്തുകളാണ്. ഈ വർഷം മുഴുവനും അതിൽ നിന്ന് നമുക്ക് കാവല് വേണം. അതിന് നമ്മൾ ആ നിയ്യത്തോടു കൂടെയാണ് ഈ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് നമുക്കറിയാം. ഇത് കഴിഞ്ഞ ഇന്നലത്തെ മജ്ലിസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയ പ്രാർത്ഥനയാണ്. പ്രയാസഘട്ടങ്ങളിലൊക്കെ ചെല്ലാനുള്ള പ്രാർത്ഥനയാണ്. ഈ വർഷം മുഴുവൻ സങ്കടത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്ന നിയ്യത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ ഇന്നത്തെ രാത്രി കഴിയുന്ന ആളുകളൊക്കെ, ഏകദേശം അധിക ആളുകൾക്കും സൂറത്തുൽ മുൽക്ക് ഓതാൻ അറിയല്ലോ. സൂറത്തുൽ മുൽക്ക് ഇന്നത്തെ രാത്രി ഓതിക്കഴിഞ്ഞാൽ വലിയ സമാധാനം ഈ കൊല്ലം നമ്മൾക്ക് ഉണ്ടാവും. നല്ല സന്തോഷം ഉണ്ടാവും. ആനന്ദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. അപ്പൊ സൂറത്തുൽ മുൽക്ക് കഴിയുന്ന ആളുകളൊക്കെ ഇന്നത്തെ രാത്രി പാരായണം ചെയ്യുക. ഓതാൻ അറിയാത്ത ആളുകളിൽ നമ്മളെ പേരക്കുട്ടികൾക്ക് ഓതാൻ അറിയല്ലോ, മരുമകൾക്ക് ഓതാൻ അറിയല്ലോ. അപ്പൊ അതിങ്ങനെ കേൾക്കുക. ഖുർആൻ ഓതുന്നത് കേട്ടാലും കൂലിയാണ്. ഇനി അങ്ങനെ ഓതാൻ ആരും ഇല്ലെങ്കിൽ മൊബൈലിൽ ഉണ്ടല്ലോ, യൂട്യൂബിൽ അടിച്ചു സൂറത്തുൽ മുൽക്ക് എന്ന് അടിച്ചു കൊടുത്താൽ വളരെ സിമ്പിളായി നല്ല രസത്തിൽ ഇങ്ങനെ ഓതുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അതെങ്കിലും എടുത്ത് കഴിയുന്ന ആളുകളൊക്കെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ അത് കേൾക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി മഹാന്മാര് പറഞ്ഞത് 360 പല ആളുകളും പറഞ്ഞു 360 എന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ പ്രയാസമാണ് ഉസ്താദെ. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ചെല്ലണം, പല മജ്ലിസിലും ഞങ്ങൾക്ക് പങ്കെടുക്കണം. ഈ 360 എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണെന്ന് പല ആളുകളും പറഞ്ഞു. പക്ഷെ അത് സിമ്പിൾ ആണ്. ഇനി കഴിയുന്ന ആളുകൾ 360 ചൊല്ലി, അല്ലാത്ത ആളുകൾ ഒരു 33 ചൊല്ലിക്കൂടെ? അതിലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ബറക്കത്തിന് വേണ്ടിയിട്ട് ആയത്തുൽ കുർസി ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിന്റെ കാവല് ഈ വർഷം നമുക്കുണ്ടാകും. പിശാചിൽ നിന്നുള്ള കാവല് ഈ വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ മുഹറം മാസത്തിൽ നോമ്പിന്റെ നിയ്യത്ത് മറക്കരുത്. നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ പ്രിയമുള്ളവരെ, മുഹറം മാസത്തിൽ ഓരോ ദിവസം നോമ്പനുഷ്ഠിച്ചാലും 30 നോമ്പിന്റെ പ്രതിഫലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. അപ്പൊ മുഹറം മാസത്തിലെ നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ ആരും മറക്കരുത്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? നാളത്തെ ദിവസം മുഹറം മാസത്തിലെ നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. വലിയ നിയ്യത്തൊന്നുമില്ല, എന്നാൽ തന്നെ നമുക്ക് അതിന്റെ കൂലി കിട്ടുകയാണ്. ഖളാ ഉണ്ടെങ്കിൽ അതും കരുതാവുന്നതാണ്. അപ്പൊ അതിന്റെ കൂലിയും നമ്മൾക്ക് ലഭിക്കുകയാണ്. വല്ലാത്ത അത്ഭുതമാണല്ലേ? എല്ലാ കൂലിയും അതിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുക. ഖളാഒക്കെ വീടും, സുന്നത്തിന്റെ നോമ്പും കൂലിയും നമ്മൾക്ക് കിട്ടും. മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, മുഹറം മാസത്തില് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചാൽ, ഇനി നമ്മൾക്ക് വരുന്ന വ്യാഴാഴ്ച
ഈ മുഹറം മാസത്തിലെ തുടക്കത്തിലെ വ്യാഴമുണ്ട്, പിന്നെ ഒരു വെള്ളിയാഴ്ച വരും, പിന്നെ ഒരു ശനിയാഴ്ച വരും. അങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് 700 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എത്ര കൊല്ലേ നമ്മൾ ജീവിക്കുള്ളൂ? ആകെ 60 or 70 കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. പിന്നൊക്കെ അള്ളാഹുവിന്റെ ഓഫറാണ്. പിന്നെ 80ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നമ്മളെ എത്തിക്കുകയാണ്. അള്ളാഹു ഓഫർ നൽകാണ് ജീവിക്കാൻ. ഈ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, മുഹറം മാസത്തിലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തുടർച്ചയായി നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 700 കൊല്ലത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫല അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണേ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഓതാല ഭാഗ്യം നൽകട്ടെ, ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലാല ഭാഗ്യം നൽകട്ടെ, നോമ്പനുഷ്ഠിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ, എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ, മരണപ്പെട്ടുപോയ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, തങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഈ വർഷം മുഴുവൻ നിന്റെ കാവൽ നൽകണേ അല്ലാ, നിന്റെ രക്ഷ നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, കൊടുക്കാനുള്ള കടങ്ങൾ തീർക്കാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാ, ജപ്തി നോട്ടീസിനെ തൊട്ട് കാക്കണേ അല്ലാ, ലോണെടുത്ത് കുടിഞ്ഞ ആളുകളുണ്ട്, മുടിഞ്ഞ ആളുകളെ കൊണ്ട് അതിൽ നിന്ന് കാക്കണേ റഹ്മാനെ. കച്ചവടത്തിലും ജോലിയിലും മക്കളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ആരുടെയൊക്കെ എന്തൊക്കെ മുറാദുകളുണ്ടോ അത് മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കല്ല, എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ, അയൽവാസികളെ കാക്കണേ അല്ലാ, കൂട്ടുകാരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ മുഴുവനും കാത്ത് രക്ഷിക്കണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, സന്മാർഗത്തിലാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. നിന്റെ പൊരുത്തം നൽകല്ല, ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ, മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ, ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ, നല്ല ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ, പഠിക്കാനുള്ള നല്ല കഴിവ് കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്തത് മക്കളിലൂടെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, മുഅ്മിനീങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ, എല്ലായിടത്തും വിജയം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.